ഹായ്, ഇന്ന് നമുക്ക് പിൻട്രസ്റ്റിൽ കാണുന്ന പോലത്തെ ഈ ഓർഗനൈസർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായി ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു 5-6 എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടേപ്പിൻ്റെ ഈ റോൾ എടുത്തിട്ട് ഇതിന് ചുറ്റിനും നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ റോള് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേറെയും കുറച്ച് പേപ്പർ എടുത്തിട്ട് നേരത്തെ റോൾ ചെയ്ത പോലെ നമുക്ക് ഇത് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് പശ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലത്തെ കുറേ റോളങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ചുറ്റി ചുറ്റി ഇങ്ങനെ ഇത്ര വലുതാക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു വലുതും ഒരു ചെറുതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. എന്നിട്ട് അതിന് കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലേന്നൊന്ന് വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വേറൊരു പേപ്പർ റോൾ എടുത്തിട്ട് അത് ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിന് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നീളത്തിനുള്ള റോള് ഞാൻ 4 എടുക്കുന്നത്. അതുമല്ലാതെ ഒരു ചെറിയൊരു കുഞ്ഞു റോൾ നമുക്ക് ആവശ്യമുണ്ട്. റൗണ്ടിലാണ് ആ റോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ആ വലിയ റോളിലേക്ക് ആ ഒരു ചെറിയ റോള് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു സാധനം എൻ്റെ മണ്ടയിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത് വെച്ചിരുന്ന നീണ്ട റോള് അടിയിലും സൈഡിലുമായിട്ട് ഒന്ന് പശ വെച്ചിട്ട് അതിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിത് ചെയ്തപ്പോൾ ഇതിൻ്റെ നീളം ഒന്ന് കൂടിപ്പോയി. അപ്പോൾ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ പിന്നെ കട്ട് ചെയ്യാൻ നിന്നില്ല. എന്നിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഗനൈസിന് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കുക. ഇതിനായിട്ട് ഞാൻ റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ടൊരു പിങ്ക് കളറാണ് എടുക്കുന്നത്. ഒരു ലൈറ്റ് പിങ്ക്, ഒരു പേസ്റ്റൽ പിങ്കാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ആ പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അതിനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തം ഒന്ന് അടിച്ചെടുക്കുക. താഴെ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ന്യൂസ് പേപ്പർ വിരിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടപ്പം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ആ വൈറ്റ് കളർ പോർഷൻ കാണുന്ന ഭാഗത്ത് ഒരു ഗ്രീനും വൈറ്റും പെയിൻറ്റ് മിക്സ് ചെയ്തൊരു പേസ്റ്റൽ കളറാക്കിയിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് ഭാഗത്തുനിന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം വേറൊരു പേപ്പർ എടുത്തിട്ട് അതിനെ 4ആയിട്ട് മടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു സർക്കിൾ വരച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ അടിഭാഗം ഞാൻ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ റൗണ്ടാക്കി വരച്ച ഭാഗം നമുക്കൊന്ന് വെട്ടിയെടുത്തിട്ട് പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഓരോ ലെയറായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഓർഗനൈസറിൻ്റെ അടിയിൽ ഗം വെച്ചിട്ട് ഈ പേപ്പർ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം വെച്ചൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വൈകുന്നേരം വരാത്തത് കൊണ്ട് ഞാൻ ബ്രഷ് പെന്നാണ് എടുക്കുന്നത്, വൈറ്റ് ബ്രഷ് പെന്ന്. അപ്പോൾ ഇതുപോലെ വാട്ടർമെലൻ്റെ സീഡ് പോലെ നമുക്കൊന്ന് ഇതിൻ്റെ വൈറ്റ് സീഡ് ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ അതിൻ്റെ അടപ്പിലൊന്നും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.